അല്ല, തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് തന്നെയല്ലേ, തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നത് തന്നെയല്ലേ. അവര് UDFന്റെ കൂടെയുള്ള, കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഈ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു കക്ഷിയാണ് അവർ. ഞങ്ങളുടെ കൂടെ കെ കരുണാകരൻ്റെ കാലത്തൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അന്നു മുതൽ. അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് എനിക്കുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? ആ സ്പേസ് ആരും കൊണ്ടുപോകും? വർഗീയ ശക്തികൾ കൊണ്ടുപോകും. അതിനെ തടുത്തു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ലീഗിനെ എതിർക്കുന്നവർ അത് മനസ്സിലാക്കണം. അതൊന്നും വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ. ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടു കൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. അല്ല, അവരത് പറയരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. എന്നെ വ്യക്തിപരമായി പറഞ്ഞു, വ്യക്തിപരമായി എന്നെ ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞു. എന്നോട് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, അനിഷ്ടം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും. ഞാനത് കറക്റ്റ് ചെയ്യാം. പക്ഷേ വർഗീയത പറയരുത്. ബിജെപിയുടെ ഔദ്യോഗിക പേജ് വന്നിരിക്കുന്നത് അങ്ങേ മുഖ്യമന്ത്രിയാക്കിയത് പാണക്കാട് എന്ന് പറഞ്ഞൊരു ചിത്രം ഉൾപ്പെടെയാണ്. BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്.